തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പാങ്ങോട് സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞ നിലയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച മതിൽക്കെട്ട് മഴയിൽ തകർന്നുവെന്നാണ് നാട്ടുകാരും രക്ഷിതാക്കളും പറയുന്നത്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മതിൽ ഇടിച്ചതാണ് എന്ന് മാനേജ്മെന്റും വ്യക്തമാക്കി. എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരം പാങ്ങോട് KV UP സ്കൂളിലാണ് മതിലിടിഞ്ഞത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ 20 അടിയോളം ഉയരമുള്ള മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയായിരുന്നു. പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ അശാസ്ത്രീയതയാണ് മതിലിടിയാൻ കാരണമെന്നാണ് നാട്ടുകാരും കുട്ടികളുടെ രക്ഷിതാക്കളും പറയുന്നത്. പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിച്ച മതിലാണ് ഇടിഞ്ഞു വീണത്. നിലവിലുള്ള കോൺട്രാക്ടറെ മാറ്റി നിർത്തി സ്കൂൾ മാനേജർ നേരിട്ടാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. നിർമ്മാണത്തിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നിട്ടും പരിഹരിക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇക്കാര്യം അധികൃതരെ അറിയിച്ചതായും രക്ഷിതാക്കൾ പറഞ്ഞു. സ്കൂൾ കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. അതിനിടയിലാണ് മതിലിടിഞ്ഞത്. എന്നാൽ സൈഡ് വാൾ കെട്ടിയത് മണ്ണൊലിപ്പ് തടയാനാണെന്നും AEO പറഞ്ഞതനുസരിച്ച് പൊളിച്ചതാണെന്നും സ്കൂൾ മാനേജ്മെന്റ് വിശദമാക്കുന്നു. ഹെർക്കുലീസിൽ മണ്ണൊലിച്ചിറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സൈഡ് വാൾ കെട്ടിയായിരുന്നു, ഒരു റിട്ടേണിംഗ് വാൾ കെട്ടിയായിരുന്നു. അത് ഈ നേരത്തെ ഉണ്ടായിരുന്ന കോൺട്രാക്ടറെ ഇവിടുന്ന് പുറത്താക്കുകയും അൻസാരി എന്ന ഒരു HM നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന HM-നെ ഇവിടുന്ന് പുറത്താക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുന്നതാണ്. ഏതായാലും മതിലിടിഞ്ഞതിലും സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലും വിദഗ്ധ പരിശോധന വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.